നേപ്പാൾ ആവർത്തിക്കാൻ വെമ്പുന്ന പാറ്റക്കൂട്ടത്തോടും അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന വിഷപ്പാമ്പുകളോടും ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിക്കാനും നീതി ആവശ്യപ്പെടാനും ഭരണഘടനാപരമായ അവകാശമുണ്ട്. അതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷേ തെരുവിൽ ഏതാനും ആയിരങ്ങൾ ആളുകൂടി ബഹളമുണ്ടാക്കുമ്പോൾ തങ്ങളാണ് ഈ നാടിന്റെ വിധി നിർണയിക്കുന്ന വലിയ ശക്തിയെന്ന് ഏതോ സ്വപ്നലോകത്തിരുന്ന് ചിലർ കരുതുന്നുണ്ട്. നേപ്പാളിലെ ജനിസെഡ് മോഡൽ കലാപങ്ങൾ ഇവിടെയും ഇറക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുമുണ്ട്. മോഡി മുട്ടുകുത്തും, സർക്കാർ വീഴും എന്നൊക്കെ ദിവാസ്വപ്നത്തിലാണവർ. അവരുടെ സ്വപ്നം എന്തോ ആവട്ടെ, തെരുവിൽ ആളുകൂടി ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ ഡൽഹി പോലീസിനും ഭരണകൂടവും സജ്ജമാണ്. വിഷപ്പാമ്പുകൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ ഒരു മരണം സംഭവിക്കാതിരിക്കാൻ സർക്കാർ സംയമനം പാലിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സമരത്തിന്റെ മറവിൽ എന്ത് ഖലീസ്ഥാനി അജണ്ടകളെയും മറ്റ് ആന്തോളൻ വിഷപ്പാമ്പുകളെയും തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തേണ്ട ഉത്തരവാദിത്തം സമരക്കാർക്കുണ്ട്. അതുപോലെ സ്വന്തമായ ആളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഭാവി പ്രധാനമന്ത്രിയും ഈ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള കരുത്തും ആൾബലവും ഇപ്പുറത്തുമുണ്ടെന്ന് ആരും മറന്നു പോകരുത്. ഇത്തരക്കാരുടെ കാലങ്ങളായുള്ള വ്യാജ പ്രചരണങ്ങളെ തള്ളി മൂന്നാമതും കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ബുദ്ധിയെ ആരും വില കുറച്ചും കാണരുത്. നീറ്റ് വിഷയത്തിൽ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തി ഇനി വരുന്ന വർഷങ്ങളിലേക്ക് പുതിയ സംവിധാനം തന്നെ ആവിഷ്കരിച്ച സർക്കാരിനൊപ്പമാണ് ഈ നാട്ടിലെ നിശബ്ദ ഭൂരിപക്ഷം. തെരുവിലെ 10 പേരെ കാണുമ്പോൾ ഞങ്ങളാണ് എല്ലാം എന്ന് ധരിച്ച് മണ്ടത്തരം കാണിച്ച് ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഇതിലെ ഭിന്നാപ്പുറ കഥകൾ അറിയാത്ത യുവാക്കളോട് പറയാനുള്ളൂ. തെരുവ് വിപ്ലവം നേരിടുന്നത് പോലീസിന്റെ ജോലിയാണെന്ന് കരുതി മാറി നിൽക്കുന്ന മഹാഭൂരിപക്ഷമുണ്ട് ഈ നാട്ടിൽ. നേപ്പാൾ ആവർത്തിച്ചു കളയാമെന്നൊക്കെ വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്തിന് കാവലാളാകാൻ സദാ സജ്ജരായ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇവിടെയുണ്ടെന്ന ബോധം എല്ലാവർക്കും വേണം. ഈ രാജ്യത്തെ രാഷ്ട്രപതിയെ തീരുമാനിക്കുന്ന, ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുന്ന, പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന, ഗവർണർമാരെ തീരുമാനിക്കുന്ന, മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ആ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് അളക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് മാധ്യമങ്ങളും ഇടത് ഇക്കോസിസ്റ്റവും ഉണ്ടാക്കുന്ന വ്യാജ ഹൈപ്പുകളിൽ വിശ്വസിച്ച് മലയാളി പൊതുസമൂഹം സമയം കളയരുത്. ഇന്ത്യ മുഴുവൻ മോദി തരംഗം അലയടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് മലയാളികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച മുതലുകളാണ്. നമ്പാൻ നിൽക്കണ്ട.